നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മഴക്കാലത്തുണ്ടാകുന്ന പനിയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ജി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ ദക്ഷിണ പ്രസാദാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് ഈ മഴക്കാലത്തുണ്ടാകുന്ന പനിയെക്കുറിച്ച്. അതുപോലെ തന്നെ പനി പല വെറൈറ്റി ഉണ്ട്. പലപ്പോഴും ന്യൂസിലൂടെയൊക്കെ കണ്ട് വളരെ മാരകമായിട്ടുള്ള പനി ബാധിച്ച് മരണപ്പെട്ടവരുടെയൊക്കെ വിഷമത്തിലാണ് പലപ്പോഴും നമ്മൾ മഴക്കാലം കഴിഞ്ഞു കൂടുന്നത്. കേരളത്തിലുണ്ടാകുന്ന ഈ മഴക്കാല പനികളെ നമുക്ക് എന്തുകൊണ്ട് നല്ല രീതി, നമുക്കറിയാം ഹൃദ്രോഗത്തിനായാലും പ്രമേഹത്തിനായിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിനകത്ത് ജനങ്ങളും ഒരു പേഴ്സണൽ ലെവലിൽ ജനങ്ങളും ഒരുപോലെ അവർ നന്നായിട്ട് നോക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഹെൽത്ത് കെയർ ചെയ്യുന്നത്. പക്ഷേ മഴക്കാലത്ത് പനികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റുള്ള അസുഖങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു? മഴക്കാലം വരുമ്പോഴാണ് പനികൾ സാധാരണമായിട്ട് വളരെയധികം കൂടുതൽ വരാറുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസും അങ്ങനെ എല്ലാം ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ എന്ന് തന്നെ വെച്ചാലും ഈ മഴക്കാലത്ത് വെള്ളം കെട്ടുന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്നത് കാരണം അതിൽ കൊതുകുകൾ പെരുകുകയും അത് കാരണം ഉണ്ടാകുന്ന പനികൾ ഡെങ്കിപ്പനി, മലേറിയ, അതുപോലത്തെ ചിക്കൻ ഗുനിയ പോലത്തെ പനികൾ ഉണ്ടാവുകയും പിന്നെ ഈ മലിനജലം കാരണം അതിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന പനികൾ, അതായത് ഈ ഹെപ്പറ്റൈറ്റിസ് പോലത്തതും വയറിളക്ക പനികളും അങ്ങനെയൊക്കെയുള്ള പനികൾ ധാരാളമായിട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് മാത്രമല്ല, ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻവോൾവ്മെൻറ്റും കൂടെ ഉണ്ടായാൽ മാത്രമേ നമുക്കിത് വളരെ ഫലപ്രദമായിട്ട് ഇങ്ങനത്തെ പനികൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത അല്ലെങ്കിൽ പണ്ട് നാളിൽ വളരെ റെയറായിട്ട് കാണപ്പെടുകയും ചിലപ്പോൾ കേരളത്തോ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ റെയറായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന പല ഡിഫ്തീരിയ പോലെയുള്ള അസുഖങ്ങൾ പലപ്പോഴും വീണ്ടും പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യം എന്താണ്? ഇപ്പം ഡിഫ്തീരിയ പറഞ്ഞ ഒരു പഴയ കാലത്തെ രോഗമാണ്. അത് ഏകദേശം നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് കൊണ്ട് പൂർണ്ണമായും ഏകദേശം തുടച്ചു മാറ്റിയ ഒരു രോഗമാണ്. നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് കൂടി അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയ രോഗമാണ്. പക്ഷേ മെയിൻ ഒരു കാരണം ഡിഫ്തീരിയ തിരിച്ചു വരാനുള്ളത് ഈ പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കാത്തത് കൊണ്ടാണ് ഈ ഡിഫ്തീരിയ ഇപ്പം നല്ല രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നതും അത് കാരണമുള്ള മരണങ്ങൾ സംഭവിക്കുന്നതും. ഡിഫ്തീരിയ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു അസുഖമാണ്. അത് കാരണം നമ്മുടെ ശ്വാസകോശത്തിൽ പാട പോലെ ഉണ്ടാവുകയും അത് കാരണം ശ്വാസ തടസ്സം ഉണ്ടാവുകയും അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള ആരും തന്നെ തുടക്കത്തിലൊരു ഡോക്ടറെ പോയി കാണുകയൊന്നുമില്ല. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നില്ല. വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് നോക്കും. പാരസെറ്റമോൾ പോലെയുള്ള ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് പലപ്പോഴും നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചില ചുക്ക് കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വൈറൽ പനികളും അല്ലെങ്കിൽ പനികളും അത് നമ്മളെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകാറുണ്ട്. എല്ലാവരും ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലുള്ളവർ സ്വയം ചികിത്സിക്കാൻ മിടുക്കരുമാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കുന്ന ഇൻഡിക്കേഷൻ ഒരു സാധാരണ ഒരു ജനത്തിന് മനസ്സിലാകുന്നത്? അതിപ്പം നമുക്ക് എപ്പോഴും ചില രോഗലക്ഷണങ്ങൾ നമ്മളായി തന്നെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സാധാരണ രീതിയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ജലദോഷപ്പനി തന്നെയാണ് ഈ കാലങ്ങളിൽ. അത് വരുമ്പോഴത്തേക്കിനും പനി, ജലദോഷം, തലവേദന അതുപോലത്തെ ഉള്ള ലക്ഷണങ്ങൾ വരികയും അത് നമ്മൾ പാരസെറ്റമോൾ പോലത്തെ ഗുളികകൾ കഴിക്കുമ്പോൾ അത് മാറുകയും ചെയ്യും. ഒരുപക്ഷെ അങ്ങനത്തെ പനികൾക്ക് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അതേസമയം കുറച്ചും കൂടെ സീരിയസ് ആയ രോഗങ്ങൾ, അതായത് ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ പനി, ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട് ഒരു ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് എന്ന് പറയാം, അങ്ങനത്തെ അസുഖങ്ങൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അത് ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നല്ല കഠിനമായ നല്ല ചൂടുള്ള പൊള്ളുന്ന പനി വരിക, 48 മണിക്കൂറായിട്ടും പാരസെറ്റമോൾ പോലത്തെ ഗുളികകൾ കഴിച്ചിട്ടും ഈ പനി വിട്ടുമാറാതെ നിൽക്കുക, അതിൻ്റെ കൂടെ നല്ല രീതിയിൽ തലവേദന വരിക, കണ്ണിന് ചുറ്റും വേദന വരിക, കണ്ണിൻ്റെ പുറകു വശത്ത്, അതായത് നമ്മൾ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും, അങ്ങനെ വരിക, പിന്നെ അതിൻ്റെ കൂടെ ഓർക്കാനം, ഛർദി, വയറ്റിളക്കം, പിന്നെ ഡെങ്കിയൊക്കെ നല്ല സിവിയറായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ദേഹത്ത് ചെറിയ ചെറിയ ചുമന്ന കുത്തുകളും പാടുകളും വരിക, ബ്ലീഡിങ് വരിക, അതായത് മോണകളിൽ നിന്ന് രക്തം വരിക, അല്ലെങ്കിൽ മൂത്രത്തിലും മലത്തിലും രക്തം വരിക, അങ്ങനത്തെ ഉള്ള ഡേഞ്ചർ സൈൻസ് കാണുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പനിയോടൊപ്പം നമ്മൾ കേൾക്കുന്നതാണ്, പനി ബാധിച്ചൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ കൗണ്ട് കുറഞ്ഞു വരുന്നൊരവസ്ഥ. പണ്ട് ഡെങ്കു ഫീവറിന് മാത്രമായി നമ്മൾ ഈ കൗണ്ട് കുറയൽ ആൾക്കാർക്ക് അറിഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ വെറുതെ ഒരു പനി വന്നാലും കൗണ്ട് കുറയുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൗണ്ട് കുറയുന്നത് ഈ മഴക്കാല പനികളിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണോ?
പണ്ട് നാളിൽ കേട്ടിട്ടില്ലാത്ത ഈ കൗണ്ട് കുറവ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ കൗണ്ടിൽ നിന്ന് താഴെ നിൽക്കുന്നു. പലപ്പോഴും പണ്ട് ഡേഞ്ചറസ് ലെവലിലേക്ക് എന്ന് വിചാരിച്ചിരുന്ന കൗണ്ട് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് മോണിറ്റർ ചെയ്താൽ മതി, അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള സത്യാവസ്ഥയുണ്ടോ? അത് തീർച്ചയായിട്ട് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഏതൊരു വൈറൽ പനി വന്നാലും നമ്മുടെ ദേഹത്ത് ഈ കൗണ്ട് വളരെ നാച്ചുറലായിട്ട് കുറയുന്ന ഒരു കാര്യമാണ്. അത് ആ പനി വിട്ടുമാറി ഒരു 5 തൊട്ട് 7 ദിവസം വരുമ്പോഴത്തേക്കിനും അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കാരണം അത് വീണ്ടും പൂർവാധികം നോർമൽ ഒരു രീതിയിൽ എത്തുന്നതാണ്. പക്ഷേ ചില വൈറൽ പനികൾ, ഇപ്പോൾ ഡെങ്കി പനിയൊക്കെ നല്ല സിവിയറായിട്ട് വരുമ്പോൾ ഈ കൗണ്ട് കുറയുകയും അതൊരു 50,000-ന് താഴെ പോകുമ്പോഴേക്കാണ് അതൊരു സീരിയസ് എന്ന രീതിയിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വരിക. അപ്പം അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും തരങ്ങളുള്ള ബ്ലീഡിങ് ഉണ്ടാവണം. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ മുകളിൽ ചുമന്ന കുത്തുകൾ വരിക, അല്ലെങ്കിൽ മോണയിൽ നിന്ന് രക്തം വരിക, മൂത്രത്തിലും മലത്തിലും രക്തം വരിക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൗണ്ട് വളരെയധികം കുറയുക. പ്ലേറ്റ്ലെറ്റ് എന്ന ഇതിൻ്റെ കൗണ്ട് 50,000-ൽ താഴെ പോകുമ്പോൾ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യേണ്ട ആവശ്യമായി വരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ നമുക്ക് മരുന്നുകൾ കൊടുത്ത് അതൊന്ന് മോണിറ്റർ ചെയ്താൽ മാത്രം മതിയാവും. കൗണ്ട് കൂട്ടാനായിട്ട് നമുക്ക് മരുന്നുകൾ ലഭ്യമാണ്. എപ്പോഴും നോക്കാറുണ്ട് നമ്മൾ കൗണ്ട് 60,000 എത്തി, അല്ലെങ്കിൽ 75,000, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 60,000-ലേക്ക്. എപ്പോഴും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ കൗണ്ട് കൂടാനായിട്ട് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ ഈ കൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കുമോ? രണ്ടാമത്, എന്തെങ്കിലും മെഡിസിൻസ് കൗണ്ട് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളല്ലാതെ തന്നെ മെഡിസിൻസ് കൊണ്ട് ഈ കൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കും? മെഡിസിൻസ് കൊണ്ട് നമുക്ക് കൗണ്ട് കൂട്ടാനായിട്ട് അങ്ങനെ സാധിക്കില്ല. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് കൗണ്ട് കൂടുന്നതായിരിക്കും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ അറിയാം, കുറേ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഫ്രൂട്ട്സ്, മാതളം പോലത്തുള്ള ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഈ പച്ചപ്പപ്പായയുടെ ഇല അരച്ചുള്ള ജ്യൂസ്, ഇതൊക്കെ കൗണ്ട് കൂട്ടുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പഠനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുള്ള പഠനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കതങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയാം. തീർച്ചയായിട്ടും മാം. സാധാരണഗതിയിൽ പനി വന്ന് നമ്മൾ വീട്ടിലൊരു സെൽഫ് മെഡിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫിസിഷ്യനെ കാണാൻ പോവുക. പക്ഷേ ഫിസിഷ്യനെ പോയി കാണുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കരുതുന്നത്, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, ചില അഡ്മിറ്റ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു കൂട്ടം ഇൻവെസ്റ്റിഗേഷൻസിന് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ പണ്ട് നാളിൽ നിന്നും മാറി ഒരു വളരെയധികം വില കൂടുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് പലപ്പോഴും ഫിസിഷ്യന്മാർ എഴുതാറുണ്ടെന്ന് പലപ്പോഴും സാധാരണക്കാർ പറയാറുണ്ട്. അതായത് അവർ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും സാധാരണക്കാരാണ്. അവർ പലപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോകും. അവിടുത്തെ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവർ ബാധിക്കും. അപ്പോൾ ഫിസിഷ്യൻസ് ഒരു കൂട്ടം ഇൻവെസ്റ്റിഗേഷൻസ് തരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ വേണമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോർന്നു. അപ്പോൾ സാധാരണ ഒരു വൈറൽ പനിക്ക്, ഇപ്പോൾ ജലദോഷ പനിക്ക് നമ്മളൊരു പനിയുമായിട്ട് ഒരു 2 ദിവസമോ 3 ദിവസമോ പനി മാറാതെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷനാണ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യപ്പെടുക? അതിപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും നമ്മൾ അനാവശ്യമായിട്ട് എഴുതുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞു, കാരണം ഈ ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ ഒരു എപ്പിഡമിക്ക് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഒരു പ്രാവശ്യമെങ്കിലും ഡെങ്കിപ്പനി വന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ രണ്ടാമതൊരു ഡെങ്കിപ്പനി വരുമ്പോൾ അത് കുറച്ചും കൂടെ സിവിയറായിട്ട് വരുന്നൊരു പനിയാണ്. അത് സിവിയറായിട്ട് വരുമ്പോൾ നമ്മുടെ പല അവയവങ്ങളെയും അത് ബാധിക്കും. കരള്, വൃക്കകൾ, ഇതുപോലെ ഹാർട്ട്, ചിലപ്പം തലച്ചോറിനെ വരെ അത് ബാധിക്കാം. അങ്ങനെ വരുന്ന സ്ഥിതിയിൽ നമുക്ക് ഇതുപോലത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനം അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ എല്ലാ ഡോക്ടേഴ്സും പ്രിലിമിനറി ആയിട്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ പിന്നെ രോഗിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമേ നമ്മൾ സാധാരണ ഓർഡർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും അങ്ങനെ വരാറില്ല. പലപ്പോഴും ഈ പനി, അല്ലെങ്കിൽ മഴക്കാലത്തുള്ള പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാൻ പേടിയാണ്. നമ്മളിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ അതിൻ്റെ ഒരു പ്രധാന റീസൺ, ഹോസ്പിറ്റലിൽ പോയാൽ ഒത്തിരി പൈസ ആവുമെന്ന് കരുതി അവർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഓവർ ദ കൗണ്ടർ മെഡിസിൻസോ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് എടുത്ത് ചോദിച്ച് അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് പോലും പലപ്പോഴും മരുന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ മഴക്കാല പനികൾ നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണം? അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്ന് വെച്ചാൽ ഇപ്പം പനി ഒരു ലക്ഷണം മാത്രമാണ്, അതൊരു പ്രത്യേക അസുഖത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി 48 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അടുത്തൊരു ആശുപത്രി പോവുകയും ഒരു ഡോക്ടറിനെ കാണുകയും അത് വളരെ അത്യാവശ്യമാണ്.
പിന്നെ നമ്മളെപ്പോഴും പനിക്ക് ചികിത്സ ആദ്യം ചെറിയ മരുന്നുകളിൽ നിന്നും തുടങ്ങി പനി അതിൽ നിൽക്കുന്നില്ല, ബാക്കിയുള്ള പരിശോധനകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ട് അത് ഡിസ്കസ് ചെയ്ത് അതാത് രീതിയിൽ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പനി ബാധിച്ച് മരണപ്പെടുന്നൊരവസ്ഥ, പത്രത്തിലൊക്കെ ന്യൂസ് കേൾക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരാൾ പനി ബാധിച്ച് മരണത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്? അത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഡെങ്കിപ്പനി പോലത്തുള്ള പനികൾ രണ്ടാമത്തെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഡെങ്കിപ്പനി മാത്രമല്ല ബാക്കി പനികൾ, ഇപ്പോൾ ചെള്ളുപനിയായാലും എലിപ്പനിയായാലും അതുപോലത്തുള്ള രോഗങ്ങളെല്ലാം നമ്മുടെ പല അവയവങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളാണ്. ചെറിയ രീതിയിലുള്ള പനി മാത്രമല്ല, അത് വൃക്കകൾ, നമ്മുടെ കരൾ, ഹൃദയം, തലച്ചോറ് മുതലായ എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ പറ്റുന്ന പനികളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ വളരെ സിവിയറായിട്ട് ഈ പനികൾ വരികയും നമ്മുടെ ഇതുപോലത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് വളരെ സീരിയസ് ആവുകയും ബ്ലീഡിങ് പോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും അത് കാരണമാണ് ഇതും മരണം സംഭവിക്കുന്നത്. മിക്കപ്പോഴും അതാണ് സംഭവിക്കാറുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പേര് പ്രമേഹ ബാധിതരുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, മറ്റ് പലവിധ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ അല്ലെങ്കിൽ പ്രായമായവർ, അപ്പോൾ ഇവരൊക്കെ എന്താണ് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കാര്യം? അതുപോലെ നമുക്കറിയാം പുറത്തു പോകുന്നവരെ കണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യമുണ്ട്, വെള്ളം ഉപയോഗിക്കുന്ന കാര്യമുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ആൾക്കാർ പണ്ടിൽ നിന്നും വിഭിന്നമായി നമ്മളെപ്പോഴും പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലവും നമുക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരം സാഹചര്യങ്ങൾ മുതിർന്ന ആൾക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ആസ്മ, പ്രമേഹം, ഹൈപ്പർ ടെൻഷനൊക്കെ ഇത്തരം മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഈ മഴക്കാല സമയത്ത് ഇത്തരം മഴക്കാല പനികൾ പിടിപെടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നത്? വീട്ടിൽ ചെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, BP-യുടെ അസുഖം അതുപോലുള്ള ആളുകൾക്ക് അവരുടെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരാളെക്കാളും ഇവർക്ക് ഇത്തരം പനികൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കിനും കഴിയുന്നതും പുറത്തുനിന്നുള്ള ആഹാരവും ഭക്ഷണവും വെള്ളവും അവോയ്ഡ് ചെയ്യുക. അതിന് പകരം വീട്ടിൽ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, വീട്ടിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരുപാട് ഈ വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് പനി പോലുള്ള അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഈ കൊതുക് കാരണം വരുന്ന അസുഖങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡെങ്കിപ്പനി പോലെ ഉണ്ടാക്കുന്ന കൊതുകൾ അത് വീട്ടിനുള്ളിൽ തന്നെ മിക്കപ്പോഴും ഉണ്ടാവുന്ന കൊതുകളാണ്. വീട്ടിനകത്തുള്ള, അതായത് നമ്മൾ ഫ്രിഡ്ജിലെ വെള്ളം, ചെടിച്ചട്ടിക്ക് ചുറ്റുമുള്ള വെള്ളം, പിന്നെ നമ്മുടെ പരിസരത്ത് കാണുന്ന ഈ ചിരട്ട, ടയർ അതുപോലത്തെ കാര്യങ്ങൾക്കകത്ത് നിൽക്കുന്ന ശുദ്ധജലം, അതുപോലത്തുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ കൊതുകൾ മെയിനായിട്ട് മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ അതുപോലത്തുള്ള സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. അത് മാത്രമല്ല, നമുക്ക് സ്വയം രക്ഷ, അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കൊതുക് തിരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ മൊസ്കിറ്റോ റിപ്പലൻറ്റ് ക്രീംസ് പോലത്തത് കിട്ടും, അത് ദേഹത്ത് പുരട്ടുക. അതൊക്കെ വെച്ച് കുറേ നമുക്ക് കൊതുക് കടിയിൽ നിന്നും സംരക്ഷണം നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. തീർച്ചയായിട്ടും ഈ മഴക്കാല പനികൾ നമുക്ക് പലതും പ്രതിരോധിക്കാനായിട്ട് വാക്സിൻസ് ലഭ്യമാണ്. വാക്സിൻ ഇപ്പം ഡെങ്കി ഫീവറിന് വേണ്ടി ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് പുറം രാജ്യങ്ങളിൽ, ഫോറിൻ കൺട്രീസിൽ 5 എടുത്ത് അത് ഓൾറെഡി അവർ യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് ഇതുവരെ ലഭ്യമല്ല. പല സ്റ്റഡികളും ട്രയലുകളും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡെങ്കിയുടെ വാക്സിൻ ഇന്ത്യയിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ മഴക്കാല പനികളോടനുബന്ധിച്ചിട്ട് വരുന്നതാണ് ഈ ന്യൂമോണിയ ബാധിക്കുന്നൊരവസ്ഥ. അപ്പോൾ സാധാരണ പനികൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന പനികളാണോ പലപ്പോഴും ന്യൂമോണിയയുടെ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്? പലപ്പോഴും മഴക്കാല പനിയോടനുബന്ധിച്ച് വരുന്നതാണ് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് അത് ന്യൂമോണിയ ആയിട്ട് മാറാറുമുണ്ട്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പനി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, തുടക്കത്തിലേ ചികിത്സിക്കാത്തത് കൊണ്ടാണ് അത് ന്യൂമോണിയയിലേക്ക് ചെന്നെത്തപ്പെട്ടത്. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ? ഒരുപക്ഷെ അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറൽ പനികൾക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് പോലത്തെ മരുന്നുകൾക്ക് വലിയ റോളില്ല. അതേസമയം ഈ ന്യൂമോണിയ പോലെ വരുന്ന രോഗങ്ങളിൽ അത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആൻറ്റിബയോട്ടിക്സിന് വലിയൊരു റോളുണ്ട്. അപ്പം ആദ്യം തന്നെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ, അതായത് ചുമച്ച് തുപ്പുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള കഫം വരിക, ശ്വാസം മുട്ടൽ തുടങ്ങിയ സിംറ്റംസ് വരുമ്പോൾ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് ഒരു നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുക, ഡോക്ടർ പരിശോധിച്ച് നോക്കുക. അങ്ങനെ ന്യൂമോണിയയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ആദ്യമേ കണ്ടു തുടങ്ങുകയാണ് നമ്മൾ നല്ല രീതിയിലുള്ള ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് അസുഖം കൺട്രോൾ ചെയ്യാനും അതൊരു വളരെ സീരിയസ് അവസ്ഥയിൽ ആവുന്നതിൽ നിന്ന് നമുക്ക് രോഗിയെ രക്ഷപ്പെടുത്താനും കഴിയുന്നതാണ്.
തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡെങ്കു ഫീവർ പലപ്പോഴും പേടിക്കുന്നൊരു അസുഖമാണ്. പണ്ട് ഡെങ്കു ഫീവർ വന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഡെങ്കു ഫീവർ വന്നിട്ടുണ്ടാവും, അത് ഒരു പക്ഷേ വളരെ കാഠിന്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പേഷ്യൻസ് തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. വീട്ടിൽ തന്നെ പാരസെറ്റമോളോ അല്ലെങ്കിൽ റെസ്റ്റോ ഒക്കെ കൊണ്ട് ഈ ഡെങ്കു ഫീവർ മാറിയിട്ടുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ രണ്ടാമത് അവർക്ക് ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ പണ്ട് ഡെങ്കു ഫീവർ വന്നിട്ടുള്ള ആളാണ് എന്ന് നമുക്ക് ടെസ്റ്റുകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ അത് ഡെങ്കു ഫീവർ ആണ് എന്ന് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്? അതെ, അത് ഡെങ്കു ഫീവറാണ് നിർണ്ണയിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇതിനെല്ലാം ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ബാക്കിയുള്ള പനികളിൽ നിന്നും. നേരത്തെ ഡെങ്കി ഫീവർ വന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു പ്രാവശ്യം ഡെങ്കിപ്പനി വരുമ്പോഴത്തേക്കിനും അത് സാധാരണ രീതിയിൽ ഒരു പനിയായിട്ട് അങ്ങ് കടന്നു പോകും. രണ്ടാമത് വരുമ്പോഴത്തേക്കാണ് മിക്കപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം നമുക്ക് ബ്ലഡിൽ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്ന അതുപോലത്തെ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ IgG ഡെങ്കു പോലത്തുള്ള ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് ഡെങ്കിപ്പനി മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വീണ്ടും IgM ഡെങ്കു എന്ന് പറഞ്ഞ വേറൊരു ടെസ്റ്റ് ഉണ്ട്. അതുവഴി ഇപ്പം വന്നതും ഡെങ്കിപ്പനി ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ NS1 ആൻറ്റിജൻ അതുപോലത്തെ പലതരം ടെസ്റ്റുകൾ ഡെങ്കിക്ക് വേണ്ടി നമുക്ക് രക്തത്തിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കി മുമ്പ് വന്നവർക്ക് നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള പരിശോധനകളും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എടുത്തു കഴിഞ്ഞാലും ഈ അതിൻ്റെ OP പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ തിരക്കുള്ള OPകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ വരുന്ന കൂടുതൽ ഈ മഴക്കാല പനികളും ഏത് തരം പനികളാണ് ഒരു കൂടുതൽ പ്രിവലൻസ്? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കാണുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ജലദോഷപ്പനി തന്നെയാണ്. അത് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ കൊതുക് കാരണം പകരുന്ന രോഗങ്ങൾ, അതായത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പനി, മലമ്പനി അഥവാ മലേറിയ, അതിപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പിന്നെ കാണുന്ന അടുത്തൊരു സെറ്റ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മലിനജലം കാരണം അല്ലെങ്കിൽ മലിനമായ ജലം ഉപയോഗിച്ച് നമ്മൾ പാകം ചെയ്യുന്ന ഫുഡ് കഴിക്കുമ്പോൾ വരുന്ന ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, E, പിന്നെ ടൈഫോയിഡ് പനികൾ, അതുപോലെയുള്ള രോഗങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഈ ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ്. അതൊരു ചെള്ളിൻ്റെ കടി മൂലം വരുന്ന ഒരു തരം പനിയാണ്. പിന്നെ കാണുന്നതാണ് ഈ മലിനജലത്തിൽ കൂടെ എലിയുടെ മൂത്രവും കൂടെ കലർന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന എലിപ്പനി പോലത്തെ പനികൾ. അപ്പോൾ ഇതാണ് മെയിനായിട്ടും നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടുവരുന്ന പനികൾ. തീർച്ചയായിട്ടും ഈ എലിപ്പനി പോലെയുള്ള പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ എലിപ്പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വെള്ളവുമായിട്ട് മിക്സ് ആയേ പറ്റുള്ളൂ, വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അവർ പ്രവേശിക്കുമ്പോൾ ഇതുപോലത്തെ റബ്ബർ ബൂട്ട്സ്, അതുപോലത്തെ പ്രത്യേകതരം ഷൂസുകൾ, അതായത് മുട്ടിന് മുകളിൽ വരെ കവർ ചെയ്യത്തക്കവണ്ണമുള്ള ഷൂസുകൾ, ഗ്ലൗസുകൾ, അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഈ വെള്ളവുമായിട്ട് ഉള്ള ഒരു കോണ്ടാക്റ്റ് വരാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രിവെൻഷനായിട്ടുള്ള മരുന്നുകളും കഴിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ ഇതെടുത്തു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഡെങ്കു ഫീവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പനി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കോസ്റ്റ്ലി ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ യഥാർത്ഥത്തിൽ? ശരിക്കും പറഞ്ഞാൽ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഡെങ്കിപ്പനിയുടെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ്. ഒരു 4 തൊട്ട് 5 ദിവസം വരെ ആ പനി നല്ലതുപോലെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം നല്ല ശരീരവേദനയും മസിൽ വേദനയും ഒക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണത്. അത് ഒന്നാമത്തെ കാര്യം. അത് വലിയ ചിലവുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ കുറയുന്ന ഒരു അസുഖമാണ് ഡെങ്കി. അപ്പോൾ രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാതിരിക്കുക. അതിനുവേണ്ടി നമുക്ക് ധാരാളം വെള്ളം, ഒരു 3 തൊട്ട് 4 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതാണ്. അതായത് വെള്ളം ഒരു മരുന്നായി തന്നെ കണ്ട് നമ്മൾ അളന്ന് വെച്ച് കുടിക്കേണ്ടതാണ്. ഇപ്പം രോഗിക്ക് അധികമായി ഛർദിലോ വയറ്റിളക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അഡ്മിറ്റായി ഡ്രിപ്പ് വഴി വെള്ളം കൊടുക്കേണ്ടതാണ്. പിന്നെ പനിക്ക് വേണ്ടിയുള്ള പാരസിറ്റമോൾ പോലത്തെ ഗുളികകളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും ഡെങ്കിയുടെ പ്രാഥമിക ചികിത്സയിൽ യാതൊരു അങ്ങനെ ചിലവ് കൂടിയ ചികിത്സാ മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവയവങ്ങളെ ബാധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത പടിയിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ. ഒരിക്കൽ കൂടി നമ്മൾ വീട്ടിൽ തന്നെ, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മളെ വീട്ടിൽ പാല് കുടിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീനിങ് പീരീഡിൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പനി ബാധിച്ചു കഴിഞ്ഞാൽ ഈ അമ്മമാർക്ക് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയുന്നില്ല.
കാരണം എന്ന് വെച്ചാൽ അത് മുലപ്പാലിൽ കൂടെ വലുതായിട്ട് പകരുന്നതായിട്ടുള്ള സ്റ്റഡീസൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല നമ്മൾ ഇതിന് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പാരസെറ്റമോൾ പോലത്തെ ഒരു ഗുളികകൾ ഈ ഫീഡിങ് ടൈമിലും കൊടുക്കാനായിട്ടുള്ള സേഫ് ഗുളികകളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് നമ്മൾ എടുത്ത് പറയാറില്ല. അതുപോലെ തന്നെ അമ്മ ഈ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാൽ അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട് കൂടെ മുലപ്പാൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ ഈ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചും വരാനുള്ള സാധ്യതയുണ്ടോ? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസിൻ്റെ കാര്യം അത് നമ്മുടെ വായുവിൽ കൂടെ പടരുന്ന അസുഖങ്ങളാണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെ ഈ അണുക്കൾ വായുവിൽ കൂടെ അടുത്ത് ഉള്ള ആൾക്കാർക്കും കൂടെ പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് പ്രതിരോധത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രോഗി മൂക്കും വായും കവർ ചെയ്യത്തക്കൊണ്ട് ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% വരെ ഇത് പകരാതിരിക്കാൻ നമുക്ക് ഒരു കൺട്രോൾ എടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ചിക്കൻ ഗുനിയുടെ കാര്യം പലർക്കും പേടിയാണ്. ഒരിക്കൽ ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും മുട്ടുവേദനയും ശരീരവേദനയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഗുനിയ പനി നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു പനി തന്നെയാണോ? അതിൻ്റെ ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് കേരളത്തിൽ എത്രത്തോളം ഉണ്ട്? ചിക്കൻ ഗുനിയ എന്ന പനി ഡെങ്കിപ്പനിയെ അപേക്ഷിച്ച് കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്ന ഒരു പനിയാണ്. അതിൻ്റെ പനി കംപ്ലീറ്റ് വിട്ടുമാറിയാൽ തന്നെ ഈ പറഞ്ഞതുപോലെ മുട്ടുവേദന നല്ല രീതിയിൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് കാണാറുണ്ട്. പക്ഷേ സാധാരണ ഈ ചിക്കൻ ഗുനിയ കാരണമുള്ള മുട്ടുവേദന ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം അപ്പുറത്തോട്ട് നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനപ്പുറം നീണ്ടു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാരണങ്ങൾ കൂടി, അതായത് ചിലപ്പോൾ മുട്ടിൻ്റെ തേയ്മാനമോ അല്ലെങ്കിൽ വേറെ വാദത്തിൻ്റെ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഈ മുട്ടുവേദനയ്ക്ക് വേണ്ടി വേറെ കോംപ്ലിക്കേഷൻസ് വേറെ ഇതുപോലെ വാദവും അല്ലെങ്കിൽ തേയ്മാനം പോലത്തുള്ള അസുഖങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടുവേദനയ്ക്കുള്ള വേദന സംഹാരികൾ കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ വേദന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ചിക്കൻ ഗുനിയ കൊണ്ട് മാത്രമാണെങ്കിൽ അതൊരു 3 തൊട്ട് 4 വർഷത്തിനപ്പുറം സാധാരണഗതിയിൽ നിൽക്കാറില്ല. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മഴക്കാല പനികൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം halo.peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.